ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ മലയാളമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓർത്ത് വെച്ചുകൊള്ളുക. ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ 1950 ജനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമാകുന്നത്. 1950 ജനുവരി 25. വോട്ടേഴ്സ് ദിനം എന്നാണ് പറയുന്നത്. വോട്ടേഴ്സ് ദിനം എന്നാണ് ജനുവരി 25. അതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? നിർഭജൻ സദൻ, അശോക റോഡ്, ന്യൂഡൽഹി. അവിടെയാണ് കേട്ടോ. നിർഭജൻ സദൻ അതെവിടെയാണ്? അശോക റോഡ്, ന്യൂഡൽഹി. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാന്നറിയാമോ? ആരാണ്? ഗ്യാനേഷ് കുമാറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? സുകുമാർ സെൻ. ആരാണ്? സുകുമാർ സെൻ ആണ്. നമ്മുടെ കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഏപ്രിൽ മാസം 9 വ്യാഴാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത്, നമ്മുടെ കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് 2026 മെയ് 4-നാണ് കേട്ടോ. അപ്പം കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ എന്നാണെന്ന് ചോദിച്ചാൽ 2026 ഏപ്രിൽ 9-നാണ് നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. 2026 മെയ് 4-ന് ഇലക്ഷൻ്റെ റിസൾട്ട് വരും കേട്ടോ. അതുപോലെ തന്നെ 2026 ഇലക്ഷൻ നടക്കുന്നത് നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ കേരളം, ആസാം, പുതുച്ചേരി, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ഇവിടെയൊക്കെ 2026 ഇലക്ഷൻ നടക്കുന്നുണ്ട്.